ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ ശേഷം വീട്ടിലാണ് കേട്ടോ എത്തിയത്, അതായത് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അച്ഛൻ പോയി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ആട്ടോ വെച്ചത്. തട്ടിക്കൂട്ട് ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ച് ഞാൻ പൊരിക്കുകയും ചെയ്തിട്ടോ, മക്കൾക്ക് പൊരിച്ചതിനോടാണ് താല്പര്യം. അപ്പോൾ അതൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് തട്ടിക്കൂട്ടാണ്. എനിക്ക് കഴിയുന്ന രീതിയിൽ കുക്കറിൽ പെട്ടെന്ന് 2 വിസിൽ. പക്ഷേ ഈ കുക്കർ പണി പറ്റിച്ചു. അത് വലിയൊരു സങ്കടമായിപ്പോയി. കുക്കർ വിസിൽ വന്നതേ ഇല്ല കേട്ടോ. പഴയ, അതായത് കേടായി ഉണ്ട് എന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിയണത്. ഞാൻ പോയിട്ട് ഇവിടുന്ന് ഒരു മാസമായിട്ടില്ല, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഈ കുക്കർ കേടായിപ്പോയി. ഞാൻ ചിക്കൻ പൊരിച്ചു, അതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി. ഞാൻ ഇതിൻ്റെ മറ്റേ ഈ കക്കും കറലുമില്ലേ, അതും പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ കുക്കർ പണി തരും എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ പോയി കുറച്ച് നേരമൊക്കെ കിടക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് വിസിൽ വരാത്ത കണ്ട് പിന്നെ ഞാൻ വേറെ കുക്കറിലേക്ക് മാറ്റി. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കേട്ടോ, കുറച്ച് വെള്ളം കൂടിപ്പോയി. പിന്നെ ഞാൻ കുറുക്കിയെടുത്തു. അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ എന്താ ഐസ്ക്രീം എന്തൊക്കെയോ എത്തുന്നുണ്ട്. പിന്നെ ഞാൻ പോണ സമയത്ത് ഇവിടെ ചാമ്പക്ക ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ച് വന്നപ്പോൾ തന്നെ ചാമ്പക്കയൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ പറിച്ച് തിന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ ഞാൻ വൈകുന്നേരം ഈ വീഡിയോ എടുക്കണേ. ഫുഡൊക്കെ കഴിച്ചൊരു ഉറക്കം, ചെറിയൊരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞ് വന്നപ്പോൾ ഈ പൂവ് കണ്ട്. പിന്നെ ഞാൻ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങി. ഞാൻ പോണ സമയത്ത് കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പിടിച്ചിട്ടുണ്ടോ നോക്കാനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു മരണ വീട്ടിൽ പോയി വരുന്ന സമയത്ത് നമ്മുടെ ഈ കനകാമ്പരപ്പൂ ഉണ്ട്, പണ്ട് കണ്ടതാണ്. ആ പൂ പിന്നെ കാണുകയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് തയ്യ് പൊട്ടിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു. അത് പിടിച്ചതൊരു കുഞ്ഞ് പൂവിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ സന്തോഷമായിട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ ഈ നാട്ടിലുള്ള ഈ ഫൊറ ഏരിയയിലുള്ള അവസാനത്തെ ഉത്സവമാണ് കോടശ്ശേരിക്കാവിൽ. അപ്പം ഞാനും അനിയത്തിയും കൂടെ അതിന് പോയി. ഞങ്ങൾ രണ്ടാളും മാത്രമേ പോയുള്ളൂ, മക്കളെ കൂട്ടിയില്ല കേട്ടോ. മക്കളെ കൂട്ടിയത് നല്ല പൈസ ചിലവാണ്. പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് നിൽക്കാൻ ഒരു സമ്മതിക്കില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളതായ കുറച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ പോയി. ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊരു തറ കാണണം കേട്ടോ. ഈ തറേൻ്റെ പേര് വീരഭദ്രൻ തറയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ കമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളൊന്നും വാങ്ങിയില്ല കേട്ടോ. ഞാൻ കാര്യമായിട്ട് വരുന്നത് ഇയാളെ കാണാനാണ്. ഇത് ഏത് ആനയാണ് എന്നുള്ളത് എനിക്ക് വലിയ അറിയില്ല. പക്ഷേ ആനേനെ കുറിച്ച് അങ്ങനെ ABCDകളൊന്നും അറിയില്ലെങ്കിലും ആനേനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആന എന്ന് പറഞ്ഞാൽ എന്ത് വല്ലാത്തൊരു വീക്ക്നെസ്സാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കോടശ്ശേരിക്കാവിൽ ഉത്സവത്തിന് വന്ന സമയത്താട്ടോ ആനേനെ തൊടുന്നത്. ആനേൻ്റെ മേലെ നിറച്ച് മുള്ളു പോലത്തെ രോമങ്ങളല്ലേ, അത് കൈക്ക് കുത്തി കയറും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങി. പക്ഷേ ഒരു രസമില്ല, എന്തോ ഒരു പച്ചവെള്ളത്തിൻ്റെ ചൊയ. അപ്പോൾ അതുകൊണ്ട് ആ പ്ലേറ്റോട് കൂടി ഞങ്ങൾ നിർത്തി. പിന്നെ ഞങ്ങൾ ബേൽപൂരി അന്വേഷിച്ചു, പക്ഷെ അതൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മറ്റേ ചോക്ലേറ്റ് ഐസ്ക്രീം ഇല്ലേ, ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ 2 സാധനം ഞങ്ങൾ വാങ്ങി തിന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നപ്പോൾ നിരന്ന് നടന്ന് തിന്നായിരുന്നു. പക്ഷെ ഇതിന് ടൈം കിട്ടിയില്ല. നമ്മൾ വേഗം പോയി വേഗം തിരിച്ചു വരികയും ചെയ്തു കേട്ടോ.